ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് വെറുമൊരു ആരോഗ്യപ്രശ്നത്തെക്കുറിച്ചല്ല. ഇത് നമ്മുടെ നാളെയെ, അതായത് നമ്മുടെ യുവതലമുറയെ തന്നെ കാർന്ന് തിന്നുന്ന ഒരു വലിയ വിപത്തിനെക്കുറിച്ചാണ്. പുകവലി എന്ന ആ ഒരു ഇരുണ്ട നിഴലുണ്ടല്ലോ, അത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയുടെ മുകളിലാണ് വീണുകിടക്കുന്നത്. അപ്പോ അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കൊന്നിറങ്ങിച്ചെല്ലാം. അപ്പം നമ്മൾ ഈ വിഷയത്തിന്റെ പല ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യം തന്നെ എങ്ങനെയാണ് നമ്മുടെ ചെറുപ്പക്കാർ ഈ പുകയുടെ വലയിൽ കുടുങ്ങിപ്പോകുന്നതെന്ന് നോക്കാം. പിന്നെ അധികാരികൾ ഇതിനെ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുന്നു, പുകവലി എന്ന ആ ഒരു അദൃശ്യനായ കൊലയാളി ആരൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കാണും. ശരിക്കും ഞെട്ടിക്കുന്ന കുറച്ച് കണക്കുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഇരുട്ടിന്ന് എങ്ങനൊരു വെളിച്ചത്തിലേക്ക് വരാം എന്നതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ശരി, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. യുവത്വം പുകയുടെ വലയിൽ. ഒരു രാജ്യത്തിന്റെ അടിത്തറ എങ്ങനെയാണ് ഇളകുന്നത്? അതെ, കാരണം ഏതൊരു രാജ്യത്തിന്റെയും ശരിക്കുള്ള അടിത്തറ എന്ന് പറയുന്നത് അവിടുത്തെ ചെറുപ്പക്കാരാണ്. അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിലാണ് കാര്യം. എങ്ങനെയത് തുടങ്ങുന്നതെന്നറിയോ? പല ചെറുപ്പക്കാർക്കും ഇതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. കൂട്ടുകാരുടെ ഇടയിൽ ഒരു ഹീറോ ആകാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ മോഡേൺ ആണെന്ന് കാണിക്കാൻ, അങ്ങനെയൊക്കെ. പക്ഷെ ഈ ഒരു ചെറിയ തുടക്കം എവിടെയാണ് ചെന്നെത്തുന്നതെന്നറിയാമോ? വ്യക്തിപരമായും കുടുംബപരമായും, എന്തിന് സാമൂഹികമായി പോലും ഒരു സമ്പൂർണ്ണ തകർച്ചയിലേക്ക്. അപ്പം നമ്മള് ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ കിണിയിൽ വീഴുന്നത് ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ അവിടെ ഒതുങ്ങുന്നില്ല. അത് ആ ആളുടെ ആരോഗ്യം നശിപ്പിക്കും, സാമ്പത്തിക ഭാവിയെ തകർക്കും, ആത്മാഭിമാനം എന്നൊന്നില്ലാതാക്കും. പിന്നെന്താ, ഇതിന്റെയൊക്കെ അലയൊലികൾ അങ്ങ് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലും നമ്മുടെയൊക്കെ സാമൂഹിക മൂല്യങ്ങളിലും വരെ ചെന്നടിക്കും. അപ്പോ നമുക്കൊരു സംശയം തോന്നാം, അല്ലേ? ഈ ശീലം ഇത്രയും അപകടം പിടിച്ചതാണെങ്കിൽ പിന്നെന്താ ഇതിപ്പോഴും ഇങ്ങനെ തുടരുന്നത്? നിയമങ്ങളൊക്കെ വെറും നോക്കുകുത്തിയായി മാറുന്നത് എങ്ങനെയാണ്? അതാണ് നമ്മുടെ അടുത്ത ഭാഗം, അധികാരികളുടെ നിസ്സംഗത. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ബസ്സുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ബോർഡില്ലേ, പുകവലി നിരോധിച്ചിരിക്കുന്നുവെന്ന് വലുതായിട്ട് എഴുതിവെച്ചത്. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? യാത്രക്കാര് എന്തിനു പറയുന്നു, ചിലപ്പോ ബസ്സിലെ ജീവനക്കാർ വരെ ഇത് കണ്ടില്ലെന്ന് നടിക്കും. ഇത് ശരിക്കും നിയമത്തെ പരിഹസിക്കുന്നതുപോലെയല്ലേ? അപ്പോ നിയമമില്ലാത്തതുകൊണ്ടൊന്നുമല്ല ഈ പ്രശ്നം. ഉദാഹരണത്തിന് 1996 തന്നെ ദില്ലിയിൽ പുകവലി നിരോധിക്കുന്ന നിയമം വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ആ നിയമം വെറുമൊരു കടലാസിലൊതുങ്ങിപ്പോയി. ഇനി ആരെങ്കിലും ഇതിനെതിരെ സംസാരിക്കാൻ പോയാലോ, ചിലപ്പോ അത് വഴക്കിലും ചിലപ്പോ കയ്യേറ്റത്തിൽ വരെ അവസാനിക്കും. അപ്പൊ ഇതിനു പരിഹാരമില്ലേ? ആൾക്കാരെ ശിക്ഷിച്ചിട്ട് കാര്യമില്ലെങ്കിൽ പിന്നെ എന്താ ഒരു വഴി? ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നിയമം ലംഘിക്കുന്ന വാഹനത്തിന് തന്നെ ഫൈൻ അടിക്കുക. അപ്പോ പിന്നെ ആ വാഹനത്തിന്റെ ഓണർമാർ തന്നെ ഇത് കർശനമായി നടപ്പാക്കാൻ നിർബന്ധിതരാവില്ലേ? ശരി, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ പ്രശ്നത്തിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്നൊരു മുഖമാണ്. പുകവലിക്കാത്ത ഒരാൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന്. അതെ, നമ്മൾ സംസാരിക്കുന്നത് പരോക്ഷ പുകവലി എന്ന അദൃശ്യനായ ആ കൊലയാളിയെക്കുറിച്ചാണ്. ഒരു മെഡിക്കൽ വിദഗ്ധൻ പറയുന്ന ആ ഒരു യാഥാർത്ഥ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും. അതായത്, പുകവലി കാരണം 8 പേർ മരിക്കുമ്പോൾ പുകവലിക്കാത്ത നിരപരാധിയായ ഒരാൾ കൂടി അതിന്റെ ഇരയാകുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, മറ്റൊരാളുടെ ദുശ്ശീലത്തിന് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ. ഇതിന്റെ സയൻസ് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. പുകവലിക്കാതെ ഒരാൾ ശ്വസിക്കുന്ന ആ പുകയുണ്ടല്ലോ, അതിന് സൈഡ് സ്ട്രീം സ്മോക്ക് എന്നാണ് പറയുന്നത്. അത് വലിക്കുന്ന ആള് നേരിട്ട് അകത്തേക്ക് എടുക്കുന്ന പുകയേക്കാൾ എത്രയോ മടങ്ങ് വിഷമാണെന്നറിയോ? അതിൽ 5 ഇരട്ടി കാർബൺ മോണോക്സൈഡ്, 3 ഇരട്ടി ടാറും നിക്കോട്ടിലും, എന്തിന് 46 ഇരട്ടി അമോണിയ, അങ്ങനൊരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് ആ വിഷവസ്തുക്കൾക്ക്. ഈ വിഷപ്പുക ശ്വസിക്കുന്നത് പിന്നെ എങ്ങോട്ടാ നയിക്കുക? ശ്വാസകോശ രോഗങ്ങൾ, ചുമ, തൊണ്ടയിലെ അണുബാധ, പിന്നെ അവസാനം ശ്വാസകോശാർബുദത്തിൽ വരെ എത്താം. ഇനി ഗർഭിണികളായ സ്ത്രീകളാണിത് ശ്വസിക്കുന്നതെങ്കിലോ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് തൂക്കക്കുറവോ ചിലപ്പോൾ അംഗവൈകല്യം തന്നെയോ ഉണ്ടാകാം. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നതെന്താണെന്ന് വെച്ചാൽ, ഈ പുക കാരണം ഹൃദയാഘാതം വന്ന് മരിക്കാനുള്ള സാധ്യത 30% കൂടുമെന്നാണ്. ഈ ദുരന്തം എത്രത്തോളം വലുതാണെന്ന് ശരിക്കും മനസ്സിലാകണമെങ്കിൽ നമുക്ക് ചില കണക്കുകളിലേക്കൊന്ന് നോക്കണം. ഓർക്കുക, ഇവ വെറും അക്കങ്ങളല്ല, ഇതിന്റെയൊക്കെ പിന്നിൽ ഓരോ മനുഷ്യജീവനുകളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പുകയില കാരണം മാത്രം ഒരു ദിവസം മരിക്കുന്നത് എത്ര പേരാണെന്നറിയാമോ? 3000-ത്തിലധികം പേർ. ഒന്നാലോചിച്ചു നോക്കൂ, എല്ലാ ദിവസവും ഒരു ചെറിയ പട്ടണം തന്നെ നമ്മുടെ രാജ്യത്തുനിന്ന് ഇല്ലാതാവുന്നതിന് തുല്യമാണിത്. ഇനി ഇതൊന്ന് താരതമ്യം ചെയ്യാം. നമ്മുടെ രാജ്യത്തെ റോഡപകടങ്ങളിൽ മരിക്കുന്നവരുടെ 20 ഇരട്ടിയാണിത്. അതെ, നമ്മുടെ റോഡുകളേക്കാൾ എത്രയോ മടങ്ങ് അപകടകാരിയാണ് ഈ ഒരു ശീലം.
ശ്വാസകോശാർബുദത്തിന്റെ കാര്യം നോക്കിയാലോ? പുകവലിക്കാത്ത ഒരാളെ അപേക്ഷിച്ച് വലിക്കുന്ന ഒരാൾക്ക് അത് വരാനുള്ള സാധ്യത 1000% കൂടുതൽ. ഒന്ന് ആലോചിക്കൂ, 1000%. അത്രയും ഭയാനകമായ ഒരു വർധനവാണത്. ഇനി ലോകാരോഗ്യ സംഘടനയുടെ പ്രവചനം കേട്ടാൽ നമ്മള് ശരിക്കും ഭയന്നു പോകും. നമ്മളിപ്പോ തന്നെ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അധികം വൈകാതെ ഓരോ 3 സെക്കൻഡിലും ഒരാള് വീതം പുകവലി കാരണം ഈ ലോകത്തുനിന്ന് ഇല്ലാതാകുമെന്നാണ് അവര് പറയുന്നത്. പക്ഷേ ഈ കണക്കുകളൊക്കെ കേട്ട് നിരാശപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് പ്രവർത്തനമാണ്. അപ്പോ എന്താണ് ഇതിനൊരു പരിഹാരം? വെളിച്ചത്തിലേക്കുള്ള വഴിയേതാണ്? നമുക്ക് നോക്കാം. ഉണർന്ന് പ്രവർത്തിക്കാൻ സമയമായി. തീർച്ചയായും ഇതിനൊരു പരിഹാരമുണ്ട്. പക്ഷേ അതിന് സർക്കാരും സമൂഹവും നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി നിൽക്കണം. നല്ല കർശനമായ നിയമങ്ങൾ വേണം, അത് ശക്തമായി നടപ്പാക്കണം. കോളേജുകളിലൊക്കെയുള്ള ചെറുപ്പക്കാർക്കിടയിൽ നല്ല ബോധവൽക്കരണം കൊടുക്കണം. പിന്നെ ശരിയായ അറിവ് എല്ലാവരിലേക്കും എത്തിക്കണം. ഇതാണ് മുന്നോട്ടുള്ള വഴി. ഈ പോരാട്ടത്തില് ഏറ്റവും പ്രധാനം എവിടെയാണെന്നറിയാമോ? നമ്മുടെ കോളേജുകളാണ്. കാരണം അവിടെ വെച്ചാണ് ഈ ദുശ്ശീലം പലപ്പോഴും വേരുപിടിക്കുന്നത്. അപ്പോ അവിടെ വെച്ചു തന്നെ അതിന് പിഴുതെറിയണം. ഒരു ജീവിതകാലം മുഴുവൻ ഈ ഒരു കെണിയിൽ പെട്ടുപോകാതെ നമ്മുടെ ചെറുപ്പക്കാരെ രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല അവസരം അതുതന്നെയാണ്. ഈയൊരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചാ മതി, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. ഇത് വെറുമൊരു ആരോഗ്യത്തെക്കുറിച്ചുള്ള സംസാരമല്ല. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. നമ്മുടെ ചെറുപ്പക്കാർ തന്നെ ഇത്തരം ചങ്ങലകളിൽ ബന്ധിതരാണെങ്കിൽ പിന്നെ എന്ത് സാമൂഹിക വികസനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്? എന്ത് പുരോഗതിയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത്? അവസാനം ഈ ചോദ്യം നമ്മളോരോരുത്തരോടുമാണ്. നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലാണ്. ഈ പുകമറയെല്ലാം മാറ്റി ഒരു നല്ല നാളെയെ ഉണ്ടാക്കണോ? അതോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് കരുതി ഈ ഇരുട്ടിൽ തന്നെ കഴിയണോ? ആ തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങളെല്ലാം യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി എഴുതിയ ധൂമ്രപാൻ കെ ശികഞ്ചേ മേ ഹമാരി യുവപീഠി എന്ന ഹിന്ദി പുസ്തകത്തിലെ ആഴത്തിലുള്ള ചിന്തകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്.